ഇൻസൈഡ് ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം തന്നെ കാണണം. നമ്മുടെ ഇംഗ്ലീഷിലെ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് SSLCക്ക്, Ktetന്, സെറ്റ് എക്സാമിന്, ഇങ്ങനെയുള്ള എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാംസിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറയും. ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിലെ പ്രധാനപ്പെട്ട കുറെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് പോയറ്റിക് ഡിവൈസസ് ആണ്. ഏകദേശം 5ഓളം പോയറ്റിക് ഡിവൈസിന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇംഗ്ലീഷിൽ പ്രധാനമായിട്ട് 2 സ്പീച്ചുകളാണുള്ളത്. ഒന്ന് പാർട്സ് ഓഫ് സ്പീച്ചും രണ്ടാമതാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും. അപ്പം പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ. നൗൺ, അഡ്ജക്റ്റീവ്, അഡ്വർബ്, ഇതെല്ലാം ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെക്കറേറ്റീവ് ലാംഗ്വേജ് ആണ്. ഒരു ഡെക്കറേറ്റീവ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഡെക്കറേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ അലങ്കരിക്കുക, അല്ലെ, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസ്. അപ്പോൾ പ്രധാനപ്പെട്ട കുറെ പോയറ്റിക് ഡിവൈസസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ പരീക്ഷയ്ക്കും തീർച്ചയായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ് ഈ പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിനകത്തൊന്ന് 2-3 ചോദ്യങ്ങൾ കാണും. കൂടാതെ ഇത് നമ്മൾക്ക് എവിടെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്? അപ്രിസിയേഷൻ. അപ്പോൾ ഒരു പോയത്തിന്റെ അപ്രിസിയേഷൻ എഴുതാൻ നേരത്തെ തീർച്ചയായിട്ടും അതിനകത്ത് പോയറ്റിക് ഡിവൈസസ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം അത് അപ്ലൈ ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് അപ്രിസിയേഷനുള്ള 5 മാർക്കും ഇതിന്റെ 2 മാർക്കും ടോട്ടൽ 7 മാർക്കിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയറ്റിക് ഡിവൈസ് ആയ സിമിലി എന്താണെന്ന് നോക്കാം. സിമിലി പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ ഡെഫിനിഷൻ അല്ല അറിയേണ്ടത്, ആദ്യം അതിന്റെ എക്സാമ്പിൾ അറിയണം. അപ്പൊ എക്സാമ്പിളിലൂടെ വേണം നമ്മൾ എന്ത് പഠിക്കാൻ? ആ സിമിലി പഠിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അത് പഠിച്ചെടുക്കാൻ. അപ്പൊ എക്സാമ്പിളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നോക്കിയേ, he was like a lion in the battlefield. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? he was like a lion in the battlefield. അവൻ എന്താണ്? യുദ്ധക്കളത്തിലെ ഒരു സിംഹത്തെ പോലെയായിരുന്നു. എന്താണ്? അവൻ യുദ്ധക്കളത്തിലെ ഒരു സിംഹത്തെ പോലെ ആയിരുന്നു. അതെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? പോലെയായിരുന്നു. അവൻ യുദ്ധക്കളത്തിലെ സിംഹത്തെ പോലെയായിരുന്നു. അവിടെ പോലെ ആയിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ടത്. അതിന് നമ്മൾ കാണിക്കുന്നത് എന്താണ്? ലൈക്ക്, അല്ലെ? അപ്പൊ ഇത് തന്നെയാണ് 2 കാര്യങ്ങളെ ഇവിടെ താരതമ്യം ചെയ്യുകയാണ്. എന്തിനേക്കാണ് താരതമ്യം ചെയ്യുന്നത്? അവൻ ലയൺ. അവനെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? ലയനായിട്ട്. എങ്ങനെയുള്ള? യുദ്ധക്കളത്തിലെ സിംഹമായിട്ടാണ് അവനെ താരതമ്യം ചെയ്യുന്നത്. പോലെയായിരുന്നു. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ലൈക്ക്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ലൈക്ക് അല്ലെങ്കിൽ ആസ്. എന്താണ്? ഓർ ആസ്. ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച് 2 കാര്യങ്ങളെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണത് സിമിലി. അപ്പൊ ഒരു പോയത്തിൽ എന്താ? ഒരു പോയത്തില് ഒരു വരി വന്നിരിക്കുകയാണ്. അപ്പൊ ഇതൊരു വരിയാണ് നിങ്ങൾ കരുതുക. ആ വരിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് he was like a lion in the battlefield. അപ്പൊ നമ്മൾ പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കണം? സിമിലി ആണ് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്? ലൈക്കോ ആസോ അതിനകത്തുണ്ടോ എന്ന് നോക്കിയാൽ മതി. ലൈക്കോ ആസോ അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? സിമിലി ആയിരിക്കും. സംഭവം പിടികിട്ടിയോ? അപ്പൊ പിന്നെ ഓർക്കേണ്ടത് കമ്പാരിസൺ ആണ്. അപ്പം ഡയറക്റ്റ് കമ്പാരിസൺ ആണ് സിമിലി എന്ന് പറഞ്ഞത്. ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് പറയുന്നു. 2 വസ്തുക്കളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നു, 2 ആളുകളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ് സിമിലി. അപ്പൊ ഈ എക്സാമ്പിളോട് നിങ്ങൾക്ക് ഇപ്പൊ കാര്യം പിടിക്കട്ടി അല്ലെ? ലൈക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ലൈക്ക് വന്നതുകൊണ്ട് എന്താണ് സിമിലി. അപ്പൊ ഈ എക്സാമ്പിൾ നോക്കി, ഷീ ഈസ് ലൈക്ക് എ ഫ്ലവർ. അവൾ എന്താണ്? ഒരു പൂവിനെ പോലെയാണ്, അല്ലെ? ഒരു പൂവിനെ പോലെ. അവൾ ഒരു പൂവിനെ പോലെയാണ്. കമ്പാരിസൺ ആണ്, അല്ലെ? എന്താണ് ഇവിടെ കമ്പാരിസൺ? അവൾ ഫ്ലവർ. അവിടെ ഷീ ഈസ് ലൈക്ക് എ ഫ്ലവർ. അപ്പൊ അവിടെ ലൈക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെ? ലൈക്ക് ഉപയോഗിച്ച് 2 വസ്തുക്കളെയോ 2 കാര്യങ്ങളെയോ താരതമ്യം ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച് 2 കാര്യങ്ങളെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? സിമിലി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, എന്താ? ഷീ ലൈക്സ് എ ഫ്ലവർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സിമിലി ആണോ? ഷീ ലൈക്സ് എ ഫ്ലവർ എന്ന് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും സിമിലി അല്ല. എന്താണ്? അവള് പൂ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ നേരെ തിരിച്ചാണ്, ഷീ ഈസ് ലൈക്ക് എ ഫ്ലവർ. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. വരികളകത്ത് അല്ലെങ്കിൽ പോയത്തിനകത്ത് ചോദിക്കുന്ന നേരത്ത് ലൈക്ക് അല്ലെങ്കിൽ ആസ് കമ്പാരിസൺ ആണോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കണം.
ലൈക്ക് ആസ് കമ്പാരിസൺ ആണോ എന്ന് നോക്കണം, ഡയറക്റ്റ് കമ്പാരിസൺ. ലൈക്ക് ആസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമിലി ആയിട്ട് കണക്ക് കൂട്ടാം. അതോടൊപ്പം എന്തുകൂടെ നോക്കണം, കമ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി നോക്കണം. അപ്പൊ നമുക്കത് ഉറപ്പായിട്ട് എന്ത് പറയാൻ പറ്റും, സിമിലി ആണെന്ന് പറയാം. അപ്പൊ സിമിലിയുടെ ഡെഫിനിഷൻ ഒന്ന് നോക്കിയേ. കമ്പയർ ടു തിങ്സ് യൂസിങ് ദ വേർഡ് ലൈക്ക് ഓർ ആസ്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഡെഫിനിഷൻ ഒന്നും ചോദിക്കാറില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി നിങ്ങൾ ഇത് എഴുതിയെടുക്കുക കേട്ടോ. കമ്പയർ ടു തിങ്സ് യൂസിങ് ദ വേർഡ് ലൈക്ക് ഓർ ആസ്. ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വായിക്കുമ്പോൾ പിന്നെ ഓർത്ത് എടുക്കാൻ നോക്കും. അതോടൊപ്പം നിങ്ങൾ വേറൊരു എക്സാമ്പിൾ നോക്കിയേ. ആസ് ചേർത്തുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഐ വാണ്ടഡ് ലോൺലി ആസ് എ ചൈൽഡ്. ഇവിടെ എന്താണ്, കമ്പാരിസൺ ആണ് അല്ലെ. ഐ വാണ്ടഡ് ലോൺലി ആസ് എ ചൈൽഡ്. ഞാൻ എന്താണ്, ഒരു കുട്ടിയെ പോലെ ഏകാന്തമായി അലഞ്ഞു തിരിഞ്ഞ് നടന്നു പോലെ, കുട്ടിയെ പോലെ. ഐ വാണ്ടഡ് ലോൺലി ആസ് എ ചൈൽഡ്. അപ്പൊ ഇവിടെ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ആസ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു വരിക്കകത്ത് ലൈക്കോ ആസോ ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് സിമിലി ആയിരിക്കും. അതോടൊപ്പം അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റഫർ ആണ്. മെറ്റഫറും സിമിലിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരുമിച്ച് വേണം നമ്മൾ പഠിക്കാൻ, എന്നാലും നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അടുത്തത് മെറ്റഫർ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, എന്താണ് മെറ്റഫർ എന്ന് പറഞ്ഞാൽ കമ്പയറിംഗ് ടു തിങ്സ് വിതൗട്ട് യൂസിങ് ദ വേർഡ്സ് ലൈക്ക് ഓർ ആസ്. എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞ എന്തുവാ, സിമിലി എന്ന് പറഞ്ഞാൽ ലൈക്കും ആസും ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്നതിന് പറയുന്നു. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താ, ലൈക്കും ആസും ഉപയോഗിക്കാതെ കമ്പയർ ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഒരു വരി, നമുക്കൊരു വരി തന്നു, ആ വരിയിൽ എന്തില്ല, ലൈക്കും ആസും തന്നിട്ടില്ല, പക്ഷെ അത് കമ്പാരിസൺ ആണ്. അങ്ങനെ വരികയാണെങ്കിൽ അതെന്തായിരിക്കും, മെറ്റഫർ. ഇപ്പം നമ്മൾ ആദ്യമേ സിമിലിക്ക് എടുത്ത ഒരു എക്സാമ്പിൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു. ശ്രദ്ധിച്ചേ, he was a lion in the battlefield. എന്താ ഇവിടെ പ്രത്യേകത, he was a lion in the battlefield. ഇതിന്റെ അർത്ഥം എന്തുവാ, അവൻ യുദ്ധകളത്തിലെ ഒരു സിംഹമാണ്. he was a lion in the battlefield. അർത്ഥം മാറി. പോലെ എന്നുള്ള അർത്ഥം ഇവിടെ വരുന്നുണ്ടോ, ഇല്ല. പോലെ എന്നുള്ള അർത്ഥം ഇവിടെ വരുന്നില്ല എങ്കിൽ പോലും ഇവിടെ എന്താണ്, കമ്പാരിസൺ തന്നെയല്ലേ നടക്കുന്നത്. നോക്കാം, he was a lion എന്താണ് നമ്മൾ പറയണം, അവനൊരു സിംഹമായിരുന്നു, അവനൊരു സിംഹം ആയിരുന്നു, ഇവിടത്തെ യുദ്ധകളത്തിലെ സിംഹമാണ് എന്ന് ഉറപ്പിച്ച് പറയാണ്. അപ്പൊ അത് ഇവിടെ കമ്പാരിസൺ ആണ്. എന്ത് ഉപയോഗിച്ചിട്ടില്ല, ലൈക്കോ ആസോ ഉപയോഗിക്കാതെ കമ്പയർ ചെയ്യുന്നു. അങ്ങനെ ഉപയോഗിക്കാതെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും, മെറ്റഫർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കി, she is a flower. എന്താണ്, she is a flower, അവളൊരു പൂവാണ് അല്ലെ, അവളൊരു പൂവാണ്. അവിടെ അവളെ എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ഒരു പൂവായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തില്ല, ഏത് വേർഡില്ല, ലൈക്കോ അല്ലെങ്കിൽ അസമുണ്ടോ, ഇല്ല. ലൈക്കോ അസം ഉപയോഗിക്കാതാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, ഏത് പോയറ്റിക് ഡിവൈസ് ആണ്, മെറ്റഫർ. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ സിമിലി അല്ലെങ്കിൽ പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പൊ കണ്ടുപിടിക്കാൻ പോകും. അപ്പം ഒരു മാർക്ക് കൺഫേം ആണ്. സിമിലി ചോദിക്കുകയാണെങ്കിൽ ഒരു മാർക്ക്, അല്ലെങ്കിൽ മെറ്റഫർ ആണ് ചോദിച്ചാൽ ഒരു മാർക്ക്. അപ്പം രണ്ടും ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്ക് ഇവിടെ ഇപ്പോൾ ഓൾറെഡി കൺഫേം ആയി. അടുത്ത എന്താണ്, അലിറ്ററേഷൻ. അപ്പൊ അലിറ്ററേഷൻ എന്താണ് നമുക്ക് നോക്കാം. What do you mean by alliteration? The repetition of initial consonant sounds in a line. അപ്പോൾ എന്താണ് കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ അല്ലെ, കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ 2 തരത്തിലുള്ള സൗണ്ട്സ് ആണ് ഉള്ളത്. ഒന്ന് വോവൽ സൗണ്ട്സ്, രണ്ടാമത്തേത് കോൺസണന്റ് സൗണ്ട്സ്. അപ്പോൾ വോവൽ സൗണ്ട്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം, നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് വോവൽ സൗണ്ട്സ്. ഏതൊക്കെയാണ്, എ, ഇ, ഐ, ഒ, യു. ഈ 5 എണ്ണമാണ് എന്ത്, വോവൽ സൗണ്ട്സ്. അപ്പൊ ഇതൊഴിച്ച് ബാക്കി വരുന്ന എല്ലാ സൗണ്ട്സിനെയാണ് പറയുന്നത് കോൺസണന്റ് സൗണ്ട്സ്. അപ്പൊ 2 തരത്തിലുള്ള സൗണ്ട്സ്, ഒന്ന് വോവൽ സൗണ്ട്സ്, കോൺസണന്റ് സൗണ്ട്സ്. അപ്പൊ വോവൽ സൗണ്ട്സ് ഒഴിച്ച് വരുന്ന ബാക്കി എല്ലാ സൗണ്ട്സിനെയും നമ്മൾ എന്താണ് പഠിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്താണ്, കോൺസണന്റ് സൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ദ റിപ്പീറ്റേഷൻ അല്ലെ, റിപ്പീറ്റ് ചെയ്ത് വരിക, തുടർച്ചയായി കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ്. ആദ്യത്തെ കോൺസണന്റ് സൗണ്ട്സ് എവിടെ, ഒരു ലൈനില് ഇനീഷ്യൽ ആയിട്ട് തുടക്കത്തിൽ വരുന്ന കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അലിറ്ററേഷൻ. ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എക്സാമ്പിളിലൂടെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ നോക്കി, ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവരി ഫ്ലവർ. നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യം നമ്മൾ കോൺസണന്റ് സൗണ്ട്സ് എന്താണെന്ന് നമുക്ക് അറിയണം അല്ലെ. കോൺസണന്റ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വോവൽ സൗണ്ട്സ് അല്ലാതെ വരുന്ന എല്ലാ സൗണ്ടും എന്താണ്, കോൺസണന്റ് സൗണ്ട്.
അപ്പൊ നോക്കി ഇവിടെ ഇറ്റ് എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തോ ഐ ആണ് അല്ലെ. ഇവിടെ ഈസ്, മൈ, ഫെയ്ത്ത്, ദാറ്റ്, എവരി, ഫ്ലവർ. അപ്പൊ നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് നോക്കി. ഇവിടെ ഫെയ്ത്ത്, ഫെയ്ത്തിനകത്തെ ഫസ്റ്റ് ലെറ്റർ എന്തുവാ എഫ് ആണ് അല്ലെ. അതുപോലെ എഫ് റിപ്പീറ്റ് വരുന്നുണ്ടോ? എവിടെ വരുന്നുണ്ട്? ഫ്ലവറിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ ലെറ്റർ എഫ് എഫ്. അപ്പൊ അതെന്താണ്? അലിറ്ററേഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ കൺസോണൻസ് ഒരു ലൈനിലെ ആ ഒരു വാക്കിന്റെ ഫസ്റ്റ് ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് വരിക. വേറെ എങ്ങും റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. നടക്കോ ഈ ഫെയ്ത്തിന്റെ അയ്യോ ഇതിന്റെ ഇടയ്ക്ക് ഒന്നും റിപ്പീറ്റ് അല്ല ചെയ്തു വരുന്നത്. തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ മാത്രമാണ് അലിറ്ററേഷൻ ആകുന്നത്. മനസ്സിലായോ? എന്നോട് പറയാം. ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവരി ഫ്ലവർ. ഇതിനകത്ത് രണ്ട് എഫ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഫെയ്ത്ത്, ഫ്ലവർ. അപ്പൊ അതിനകത്ത് എഫ് ആണ് രണ്ട് റിപ്പീറ്റേഷൻ ആയിട്ട് വന്നിരിക്കുന്ന സൗണ്ട്. എങ്ങനെയുള്ള സൗണ്ട്? കോൺസണന്റ് സൗണ്ട്. വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ലോൺ ഇൻ ലൈറ്റ്. അപ്പൊ ലോൺ ഇൻ ലൈറ്റിനകത്ത് പ്രത്യേകത എന്താ? എൽ, ഇവിടെ എൽ റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ്, അലിറ്ററേഷൻ എക്സാമ്പിൾ ആണ്. അടുത്ത ഗാദർ ആൻഡ് ഗ്ലിം. അതിനകത്ത് ഫസ്റ്റ് ലെറ്റർ എന്തോ ജി. സെക്കൻഡ് അടുത്തത് എന്താണ് റിപ്പീറ്റ് ചെയ്ത് വന്നു? ജി റിപ്പീറ്റ് ചെയ്ത് വന്നു. വവൽ സൗണ്ട് ആണോ? അല്ല. വവൽ സൗണ്ട് അല്ലാത്ത എന്താണ്? കോൺസണന്റ് ആണ് അല്ലെ. അപ്പൊ കോൺസണന്റ് സൗണ്ട് ആയിട്ടുള്ള ജി ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഫൗണ്ട് പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അലിറ്ററേഷൻ എന്ന് നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ വരികൾ വായിച്ചു നോക്കുക. വരികൾ വായിച്ചതിന് ശേഷം ആ വരിയിൽ എവിടെയെങ്കിലും കോൺസണന്റ് സൗണ്ട്സ് തുടക്കത്തിൽ ലെറ്ററിന്റെ ഫസ്റ്റിൽ തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് അലിറ്ററേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡെഫിനിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചു നോക്കണം. റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് ഇൻ എ ലൈൻ. അപ്പൊ ഈ എക്സാമ്പിളിലൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണും എന്താണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഏതാണ്? വാക്കിന്റെ തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിനെ കോൺസണന്റ് സൗണ്ട് എന്താണ് അലിറ്ററേഷൻ എന്ന് പറയുള്ളൂ. അടുത്ത എന്താണ്? അസോണൻസ്. എന്താണ് അസോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ് ഇൻ എ ലൈൻ. എന്താണ്? ഒരു ലൈനില് എന്തിന്റെ റിപ്പീറ്റേഷൻ വരുന്നു? വവൽ സൗണ്ട്സിന്റെ റിപ്പീറ്റേഷൻ വരുന്നു. വവൽ സൗണ്ട്സ് എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു, എ ഇ ഐ ഒ യു. അപ്പം എക്സാമ്പിൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ മുമ്പേ അലിറ്ററേഷൻ ഉപയോഗിച്ച അതേ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു സംശയം വന്ന് കാണും. ആദ്യത്തെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വന്നു കാണും. എന്തായിരിക്കും ആ സംശയം? നോക്കി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവരി ഫ്ലവർ. ഇതാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചത് അല്ലെ. അവിടെ തുടക്കത്തിൽ തന്നെ സംശയം വരാം. ഐ കണ്ടോ? ഞാൻ എന്തോ പറഞ്ഞത്? റിപ്പീറ്റ് ചെയ്യാന്നല്ലേ, ഫസ്റ്റ് ഇനീഷ്യൽ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത് അലിറ്ററേഷൻ. ഇവിടെ എന്താണ്? ഇനീഷ്യൽ സൗണ്ട് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഐ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്താവുന്നില്ല? അലിറ്ററേഷൻ ആവുന്നില്ല. പകരം എന്താണ് ആവുന്നത്? അസണൻസ് ആണ് ആവുന്നത്. കാരണം ഏത് ലെറ്റർ ആണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്? ഐ എന്ന് പറയുന്ന ലെറ്റർ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു വവൽ സൗണ്ട് അല്ലേ. അതുകൊണ്ടാണ് അവിടെ പറയാനുള്ളത്. അതിന് പ്രത്യേകം നമ്മൾ എടുത്ത് പറയണം, അസോണൻസ് എന്ന് എടുത്ത് പറയണം. മനസ്സിലായോ? അപ്പൊ ഒരു വരിയില് അതിന്റെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഐ എന്ന് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നു. പിന്നെ ഒരു പ്രത്യേകത, ഇത് തുടക്കത്തിൽ തന്നെ വരണമെന്നില്ല. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ ഇനീഷ്യൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആണോ? അല്ല. അപ്പൊ വവൽ സൗണ്ട്സ് വരുന്നതിന്റെ മിഡിലായിട്ടും വരാം. അങ്ങനെ വന്നാലും നമുക്ക് എന്തായിട്ട് കണക്ക് കൂട്ടാം? അസോണൻസ് ആയിട്ട് കണക്ക് കൂട്ടാം. ഫോർ എക്സാമ്പിൾ ഇതിനകത്തുണ്ടോ? ഇല്ല. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ്? രണ്ട് ഐ റിപ്പീറ്റ് ചെയ്തു പോകുന്നു. അത് ഏതിനകത്തുള്ളതാണ്? വവൽ സൗണ്ട്സിനകത്തുള്ളതാണ്. അങ്ങനെ എ ഇ ഐ ഒ യു ഇങ്ങനെ ഏതെങ്കിലും ലെറ്റർ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഇത് അസോണൻസ് എന്ന് പറയുന്നത്. ഇതിന് ഒരു നിങ്ങൾക്ക് സംശയം വരാവുന്ന വേറൊരു എക്സാമ്പിൾ ഞാനിപ്പോ പറയാം. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ വരികളൊക്കെ നോക്കിയേ. ഇറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് എവരി ഫ്ലവർ. ഇവിടെ രണ്ടായി റിപ്പീറ്റ് ചെയ്തു അല്ലെ. രണ്ടായി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി? അസോണൻസ് ആയി. അതുപോലെ തന്നെ ഇതേ വരി തന്നെ രണ്ട് എഫ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് അല്ലെ. ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്താൽ എന്താണ്? അലിറ്ററേഷൻ ആണ്. അസോണൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനീഷ്യൽ വവൽ സൗണ്ട്സ് എന്ന് പറയുന്നില്ല, തുടക്കത്തിൽ തന്നെ വരണമെന്ന് ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഇവിടെ എന്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? രണ്ടിനും എക്സാമ്പിൾ ആണ്. അലിറ്ററേഷനും എക്സാമ്പിൾ ആണ്, അസോണൻസിനും എക്സാമ്പിൾ ആണ്. അപ്പൊ നമുക്ക് രണ്ടിനും എക്സാമ്പിൾ ആയിട്ട് എന്ത് എഴുതാം? ഈ വരികൾ എടുത്ത് എഴുതാൻ നോക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് സംശയം വരാവുന്ന വേറൊരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കി ശ്രദ്ധിച്ചേ. ഗോ സ്ലോ ഓവർ ദ റോഡ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
എന്താണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇവിടെ അകത്തൊക്കെ ഒരു അസണൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗോ അല്ലെ, ഓ ആണ്. അത് കഴിഞ്ഞ് ഓ വന്നിരിക്കുന്നത് എവിടെ? മിഡിലാണ്. അടുത്തോ പിന്നെ ഓ വന്നിരിക്കുന്നത് തുടക്കത്തിലാണ്. പിന്നെ നോക്കി ഇനിയുണ്ടോ? അപ്പൊ ഓ ഇവിടെ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് 1, 2, 3, 4 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ഓർഡറിലാണോ? മുമ്പ് ഞാൻ പറഞ്ഞതിന്റെ കൂടെ തുടക്കത്തിൽ തന്നെയാണോ ഇതെല്ലാം വന്നിരിക്കുന്നത്? അല്ല, മിഡിലും വന്നിട്ടുണ്ട് അല്ലെ, ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വന്നെങ്കിൽ പോലും അത് എന്തിന് എക്സാമ്പിൾ ആണ്? അസണൻസിന് എക്സാമ്പിൾ ആണ്. സാധാരണ ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല, ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചോദിക്കാറില്ല എങ്കിൽ പോലും അഥവാ നമ്മളോട് ഇങ്ങനെ അസണൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് അസണൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള 2 മാർഗങ്ങളാണ്. ഒന്നുകിൽ ഇത് എവിടെ വരും? തുടക്കത്തിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. എന്ന് വെച്ചാൽ ഇനീഷ്യലായിട്ട് തന്നെ എന്തും വരാം, വൗവൽ സൗണ്ട്സ് വരാം. വൗവൽ സൗണ്ട്സ് ഇനീഷ്യലായിട്ട് വന്നാലും നമുക്ക് പ്രശ്നമില്ലാത്ത അസണൻസ് തന്നെയാണ്. അതുപോലെ തന്നെ അത് മിഡിലിൽ വന്നെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് സംശയമൊന്നും വരേണ്ട കാര്യമില്ല, അത് എന്ത് തന്നെയാണ്? അസണൻസ് തന്നെ ആണ്. പോയറ്റിക് ഡിവൈസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അടുത്ത ഫിഗർ ഓഫ് സ്പീച്ച് ആണ് പേഴ്സോണിഫിക്കേഷൻ. എന്താണ് ഈ പേഴ്സോണിഫിക്കേഷൻ? ആ പേരിൽ തന്നെ അത് നിൽപ്പുണ്ട് അല്ലെ, പേഴ്സോണിഫിക്കേഷൻ. പേഴ്സൺ അല്ലെ, പേഴ്സൺ എന്താണ്? പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അല്ലെ, ആ വ്യക്തി അതാണ് ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഡെഫിനിഷൻ നോക്കിയേ. ഹ്യൂമൻ ക്വാളിറ്റീസ് ആർ ഗിവൻ ടു നോൺ ലിവിംഗ് തിങ്സ്. ഹ്യൂമൻ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഹ്യൂമൻ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യർക്കുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? നന്നായി ചിരിക്കുക അല്ലെ, ചിരിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റി അല്ലേ? ഒരാളെ കാണുമ്പോൾ നമ്മൾ ചിരിക്കുക, കരയുക, കാണുക, പഠിക്കുക, ഇരിക്കുക, ഇതെല്ലാം നമ്മുടെ ക്വാളിറ്റീസ് ആണ്. മനുഷ്യന് മാത്രമുള്ള ക്വാളിറ്റീസ് ആണ് ഈ പറഞ്ഞതൊക്കെ. അപ്പൊ ഈ നമ്മുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ മനുഷ്യരുടെ ക്വാളിറ്റീസ് നമ്മൾ എന്തിനു കൊടുക്കുന്നു? നോൺ ലിവിംഗ് തിങ്സിന്. നോൺ ലിവിംഗ് തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ലാത്ത വസ്തുക്കൾക്ക്. അപ്പൊ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് നമ്മുടെ ക്വാളിറ്റീസ്, നമ്മുടെ ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ കൊടുത്ത് ഒരു വരിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ മലയാളത്തിൽ നമ്മൾ പറയുന്നത്, ഇപ്പൊ നമ്മൾ ഒരു മലയാളം പോയമാണ് വായിച്ചത്, അതിനകത്ത് എഴുതിയിരിക്കുകയാണ് മലകൾ ചിരിക്കുന്നു. മലകൾ ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാമോ? മലകൾ ചിരിക്കുന്നു എന്നുള്ളത് എന്തിന്റെ ക്വാളിറ്റിയാ? മനുഷ്യന്റെ ക്വാളിറ്റിയാ. പക്ഷെ ആ ചിരിക്കുന്നു എന്നുള്ള ക്വാളിറ്റി ആർക്കാ കൊടുത്തിരിക്കുന്നത്? മലയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ അത് എന്തിന് എക്സാമ്പിളാ? പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ മലകൾ ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ? മലകൾ ചിരിക്കുന്നു എന്നുള്ളത് മനുഷ്യന്റെ ക്വാളിറ്റി. ആ ക്വാളിറ്റി എന്തിനു കൊടുത്തു? മലയ്ക്ക് കൊടുത്തു. അത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ ഒരു പോയിന്റ് തന്നിരിക്കുകയാണ്, ആ ക്വാളിറ്റീസ് നമ്മുടെ ക്വാളിറ്റീസ് നമുക്ക് എന്തായാലും നമുക്കറിയാം. അപ്പൊ പെട്ടെന്ന് നമുക്ക് പേഴ്സോണിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എക്സാമ്പിൾ നമുക്ക് നോക്കാം. റെയിൻസ് സോഫ്റ്റ് ഫിംഗേഴ്സ്, ക്രൈയിങ് സ്കൈ, ലാഫിംഗ് ഹിൽസ്. അപ്പൊ ഇവിടെ എല്ലാം എന്തോ പ്രത്യേകത ഉണ്ട് അല്ലെ. റെയിൻസ് സോഫ്റ്റ് ഫിംഗേഴ്സ്, ഫിംഗേഴ്സ് ആരെയാണ്? മനുഷ്യരുടെ അല്ലെ. സോഫ്റ്റ് മൃദുവായ കൈകൾ, ആരുടെ? മഴയുടെ മൃദുവായ കൈകൾ. റെയിൻ സോഫ്റ്റ് ഫിംഗേഴ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ സോഫ്റ്റ് ഫിംഗേഴ്സ് എന്ന് പറയുന്ന ക്വാളിറ്റി ആരുടെയാണ്? മനുഷ്യന്റേതാണ്. ആ ക്വാളിറ്റി നമ്മൾ എവിടെ കൊടുത്തിരിക്കുന്നു? റെയിനിന് കൊടുത്തിരിക്കുന്നു. അപ്പൊ അതെന്തായി? പേഴ്സോണിഫിക്കേഷൻ. പിടികിട്ടിയോ? അടുത്ത് നോക്കി. ക്രൈയിങ് സ്കൈ എന്താണ്? ആകാശം കരയുന്നു. ആകാശം കരയുമോ? ആകാശം കരയുന്നത് ഉദ്ദേശിക്കുന്നത് ഇവിടെ മഴ പെയ്യുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ ക്രൈയിങ് സ്കൈ എന്ന് പറയുമ്പോൾ കരയുക അല്ലെ, കരയുന്ന ആരാ? മനുഷ്യർ കരയുന്നു. ഹ്യൂമൻ ക്വാളിറ്റി അല്ലേ. അപ്പൊ അത് എന്തിനു കൊടുത്തിരിക്കുന്നു? സ്കൈക്ക് കൊടുത്തിരിക്കുന്നു. നോൺ ലിവിംഗ് തിങ് ആയ സ്കൈക്ക് കൊടുത്തപ്പോൾ അതെന്തായി? പേഴ്സോണിഫിക്കേഷൻ ആയി. അടുത്ത നോക്കി. ലാഫിംഗ് ഹിൽസ്. ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. എന്ത്? മലകൾ ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ചിരിക്കുക എന്ന് പറയുന്ന ക്വാളിറ്റി മലകൾക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ അതെന്തായി? പേഴ്സോണിഫിക്കേഷൻ ആയി. അപ്പൊ ഇത്രയേ ഉള്ളൂ പേഴ്സോണിഫിക്കേഷന്റെ കാര്യം. നിങ്ങൾക്ക് പേഴ്സോണിഫിക്കേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ച പോയറ്റിക് ഡിവൈസ് അല്ലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചസ് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. ഇതൊരു പോയമാണ്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയ ഫ്രം എ റെയിൽവേ കാരേജ് എന്നുള്ള 8ാം ക്ലാസ്സിലെ ഒരു പോയമാണ്. നമുക്കത് എക്സാമിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഈ പോയത്തിൽ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചത് നമുക്ക് മനസ്സിലാവും. പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ അലിറ്ററേഷൻ എന്നുള്ള ഒരു ചോദ്യമാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ അസണൻസ്, an example for simile. ഇതൊക്കെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കി. അലിറ്ററേഷൻ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അലിറ്ററേഷൻ ഫസ്റ്റ് ലൈൻ നോക്കി. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. അലിറ്ററേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ കോൺസണന്റ് സൗണ്ട്സ്. അപ്പൊ റിപ്പീറ്റേഷൻ ഓഫ് ഇനീഷ്യൽ സൗണ്ട്സ് അല്ലെ, കോൺസണന്റ് സൗണ്ട്സ് എഫ് കോൺസണന്റ് സൗണ്ട്സ് ആയിട്ടുള്ള ഇനീഷ്യൽ ലെറ്റർ ആണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായി? അലിറ്ററേഷൻ എക്സാമ്പിൾ ആയി ഇല്ലേ. അടുത്ത ഇനി എന്താ? അസോണൻസിന് എക്സാമ്പിൾ. അസോണൻസ് എന്ന് പറഞ്ഞാൽ ദ റിപ്പീറ്റേഷൻ ഓഫ് വവൽ സൗണ്ട്സ്. എങ്ങനെ വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കി.
പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത് മൂന്നാമത്തെ വരി നോക്കി. ആൻഡ് ചാർജിങ് along like troops in a battle. അതിനകത്ത് എന്താണ്? എ റിപ്പീറ്റ് ചെയ്തേക്കുന്നുണ്ടോ? തുടക്കത്തിൽ തന്നെ റിപ്പീറ്റ് ചെയ്തേക്കുന്നു. അങ്ങനെയും വരാം. അപ്പൊ എന്താണ്? അസോണൻസിനും എക്സാമ്പിൾ ഇവിടെ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അലിറ്ററേഷൻ എക്സാമ്പിളായി, അസോണൻസിന് എക്സാമ്പിൾ. അടുത്തത് നമുക്ക് സിമിലി നോക്കി. സിമിലി, ഇതിനകത്ത് സിമിലി നിങ്ങൾക്ക് ഒരു പോയം തന്നിരിക്കുകയാണ്. ഈ പോയത്തിനകത്ത് നമ്മൾ സിമിലി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം? ഞാനൊരു എളുപ്പവിദ്യ പറഞ്ഞായിരുന്നു. ലൈക്കോ വസ്തു ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ നോക്കണം. അപ്പൊ ഈ ഫസ്റ്റ് വരിക്കകത്ത് ലൈക്ക് ഉണ്ടോ? ഇല്ല. സെക്കൻഡ് വരിക്കകത്തുണ്ടോ? മൂന്നാമത്തെ വരിക്കകത്ത് എന്തോ ഉണ്ട്? ലൈക്ക് ഉണ്ട് അല്ലേ? ഇനി ആ ലൈക്ക് ഉണ്ടോ? നമ്മളത് കൺഫേം ചെയ്തു, ലൈക്ക് വന്നിട്ടുണ്ട്. ഇനി അത് കമ്പയർ ചെയ്തിരിക്കുകയാണോ എന്ന് നോക്കണ്ടായിരുന്നു. ആൻഡ് ചാർജിങ് along like troops in a battle. ചാർജിങ് along like troops in a battle. അവിടെ എന്താ കമ്പയർ ചെയ്യുക? ചാർജ് എന്തിനെ പോലെ ചാർജ് ചെയ്യുന്നു? യുദ്ധകളത്തിലെ ട്രൂപ്സിനെ പോലെ ചാർജ് ചെയ്യുന്നു. പോലെ പോലെ വന്നു. അപ്പൊ എന്താണ് അത്? സിമിലിക്ക് എക്സാമ്പിൾ. അപ്പൊ സിമിലിക്കുള്ള എക്സാമ്പിൾ നമുക്ക് അവിടെ കണ്ടുപിടിച്ചു. ഇനി വേറെ വേറെ എക്സാമ്പിൾ എന്താ ഉണ്ട്? ഇവിടെ തന്നെ അടുത്ത സിമിലിയുടെ എക്സാമ്പിൾ. അടുത്ത സിമിലിക്ക് എക്സാമ്പിൾ എന്താണ്? ഫ്ലൈ ആസ് തിക് ആസ് ഡ്രൈവിംഗ് റെയിൻ. എന്തിനെ പോലെ പറക്കുക? എന്തിനെ പോലെ? ഡ്രൈവിംഗ് റെയിൻ. എന്താണ്? മഴ അല്ലെ? അപ്പൊ അവിടെ എന്താണ്? കമ്പാരിസൺ തന്നെയല്ലേ അവിടെ നടക്കുന്നത്? എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? ആസ് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? അപ്പം കമ്പയറിംഗ് ടു തിങ്സ് യൂസിംഗ് ദ വേർഡ്സ് ലൈക്ക് ഓർ ആസ് ഈസ് കോൾഡ് എന്താണ്? സിമിലി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് പരീക്ഷയ്ക്കും ചോദിക്കാറുള്ളത്. ഇതുപോലൊരു പോയിന്റ് നിങ്ങൾക്ക് തരും. ഇതിനകത്തുനിന്ന് പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ, പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ സിമിലി, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നോക്കാം. എന്താണത്? റൈമിംഗ് വേർഡ്സ്. സാധാരണ എല്ലാ ആൾക്കാർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ് റൈമിംഗ് വേർഡ്സ്. നിങ്ങൾക്ക് അത് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അതൊന്ന് പറഞ്ഞു തരികയാണ്. എങ്ങനെയാണ് റൈമിംഗ് വേർഡ്സ്? നോക്കി, ഒരു വരികളുടെ അവസാനം എന്ത് ചെയ്തിരിക്കുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ വേർഡ്സ് നോക്കി. വിച്ചസ്, അടുത്ത വാക്ക് എന്തോ? ഡിച്ചസ്. വിച്ചസ്, ഡിച്ചസ്. അത് എന്ത് ചെയ്യുന്ന ഒരേ സൗണ്ടിലല്ലേ? വിച്ചസ്, ഡിച്ചസ്. ബാറ്റിൽ, കാറ്റ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ റൈമിംഗ് വേർഡ്സ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. വിച്ചസ്, വിച്ചസ്, ഡിച്ചസ്. അടുത്ത റൈമിംഗ് വേർഡ് എന്താണ്? ബാറ്റില്, കാറ്റ്. ബാറ്റിൽ, കാറ്റ്. അടുത്ത നോക്കി. പ്ലെയിൻ, റെയിൻ. മനസ്സിലായോ? പ്ലെയിൻ, റെയിൻ. അപ്പൊ ഇതാണ് റൈമിംഗ് വേർഡ്സ്. അപ്പൊ നിങ്ങൾ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരേ രീതിയിൽ എൻഡ് ചെയ്യുന്ന വാക്കുകൾ. വിച്ചസ്, ഡിച്ചസ്, ബാറ്റ്, കാറ്റ്, പ്ലെയിൻ, റെയിൻ. അതോടൊപ്പം പരീക്ഷയ്ക്ക് നമ്മൾ എഴുതേണ്ട ഒരു കാര്യമാണ് റൈമിംഗ് സ്കീം. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഈ റൈമിംഗ് സ്കീമും റൈമിംഗ് വേർഡ്സും തമ്മിൽ ബന്ധമുണ്ട്. അപ്പം റൈമിംഗ് സ്കീം എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്തിരിക്കുന്ന സൗണ്ടിനനുസരിച്ചാണ് നമ്മൾ റൈമിംഗ് സ്കീം കണ്ടുപിടിക്കാറുള്ളത് അല്ലെ? റൈമിംഗ് സ്കീം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഒരു വരിയുടെ അവസാനത്തെ വരി എൻഡ് ചെയ്യുന്ന സൗണ്ടിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കുന്നു? അതിന് ലെറ്റേഴ്സ് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഇതിനെ നമ്മൾ വിച്ചസ് എന്നതിന് നമ്മൾ എ എന്ന് കൊടുക്കുന്നു. എ. ആ വിച്ചസ്. അടുത്ത് നോക്കിയ ഡിച്ചസ്. സെയിം തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് അവിടെ എന്ത് കൊടുക്കുന്നു? എ കൊടുക്കുന്നു. എ, എ. അടുത്ത് നോക്കിയ ബാറ്റിൽ. അവിടെ വ്യത്യാസം വന്നു അല്ലെ? അപ്പൊ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? ബി. അത് തന്നെ ബാറ്റിൽ എന്ന് പറഞ്ഞാൽ അതേ സൗണ്ട് തന്നെയല്ലേ താഴെ റിപ്പീറ്റ് ചെയ്യുന്നത്? കാറ്റിൽ. അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? എ, ബി, ബി, ബി തന്നെ കൊടുക്കുന്നു. എ, ബി, ബി. അടുത്ത നോക്കി. പ്ലെയിൻ, റെയിൻ. അപ്പൊ അതങ്ങനെ പോകും. അപ്പൊ നമുക്ക് ആദ്യത്തെ 4 വരി ആയിരിക്കും തരുന്നത്. അപ്പൊ ആദ്യത്തെ 4 വരി നമുക്ക് തന്നിട്ട് ഇതിന്റെ റൈമിംഗ് സ്കീമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ ഇതിന്റെ റൈമിംഗ് സ്കീം എന്താണ്? റൈമിംഗ് സ്കീം എ, എ, ബി, ബി. മനസ്സിലായോ? ഇതുകൂടെ നമുക്ക് എഴുതി വെക്കാൻ നോക്കും. അപ്പൊ ഈ ഒരൊറ്റ പോയത്തിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടി? റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. അതോടൊപ്പം അലിറ്ററേഷൻ, അസോണൻസ്, സിമിലി, ഇതെല്ലാം നമ്മൾ ഇതിനകത്തു നിന്ന് തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ പരീക്ഷയ്ക്ക് സാധാരണ എക്സാമിന് നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് തന്നിട്ട് റൈറ്റ് ആൻ അപ്രിസിയേഷൻ ഓഫ് ദ പോയിന്റ് എന്ന് നമുക്ക് ചോദിക്കാറുണ്ട് അല്ലെ? അപ്രിസിയേഷൻ എഴുതുന്ന കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ അപ്രിസിയേഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലെ? അപ്പോൾ
അപ്രിസിയേഷൻ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് പോയറ്റിക് ഡിവൈസ് എന്തൊക്കെ ഉപയോഗിച്ചു എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നിട്ട് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു പാരഗ്രാഫായിട്ട് അലിറ്ററേഷൻ, അസണൻസ്, മെറ്റഫർ, സിമിലി ഇതെല്ലാം അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് എന്തിനകത്ത് എഴുതും? അപ്രിസിയേഷനകത്ത് എഴുതും. അത് എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ആ മാർക്കൂടെ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.